ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഒരു ഈവനിങ് ബ്ലോഗാണ്. ഇന്ന് പ്രസഹ വ്യാഴാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈവനിങ് ബ്ലോഗ് എടുക്കാണ്. അപ്പോൾ ഇന്ന് ഈവനിങ് എങ്ങനെയാണ് നൈറ്റ് വരെയുള്ളൊരു വീഡിയോ ഉൾപ്പെടുത്താനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ജോലിയൊക്കെ തീർത്തിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇതിലെടുത്തില്ല. ഇനി ഇപ്പം ഞാൻ മുളക് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാൻ പോയാലോ. അപ്പം ടെറസിൻ്റെ മേലാണ് ഉണക്കാൻ വെച്ചേക്കുന്നത്. അപ്പം ഞാൻ അവിടെ എത്തി. അപ്പം നമ്മുടെ കൊണ്ടാട്ടം മുളക് ഇന്നാണ് ആദ്യമായിട്ട് വെച്ചത് കേട്ടോ. ഇന്ന് ആദ്യമായിട്ട് വെച്ച് ഈ പരുവത്തിൽ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. 3 പാത്രത്തിലായിട്ടാണ് വെച്ചിരുന്നത്. കണ്ടോ, ഇതിൽ ഞാൻ 1/2 കിലോ മുളകാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടി 1/2 കിലോ മുളകും 2 കവറ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല നാടൻ തൈരായിട്ടാണ് എടുത്തിട്ടുള്ള. പിന്നെ കല്ലുപ്പും, ആവശ്യത്തിനുള്ള കല്ലുപ്പും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ തൈര് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തെ ഉണക്കം കൂടെ കൊണ്ട് നല്ല രീതിയിലായി സെറ്റായി കിട്ടും കേട്ടോ. കൊണ്ടാട്ടം മുളക് താഴെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഏത് പരുവത്തിലായി കിട്ടുമെന്ന് ചിലവർക്കൊക്കെ അറിയാം കൊണ്ടാട്ടം മുളക്. കാരണം ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് അത് വറുത്തിട്ട് സൈഡിലിട്ടൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിന് നല്ല രീതിയിൽ മുരിഞ്ഞ് വരും. ഇപ്പം തന്നെ അതൊരു പകുതി, കാരണം ഇപ്പോഴത്തെ ചൂട് അങ്ങനെയല്ലേ, പകുതിയായിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോയി മൂടി വയ്ക്കാം. അതിന് വേണ്ടി ഞാൻ ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതകത്തെടുത്ത് മൂടി വെച്ചിട്ട് പിന്നെ നമുക്ക് കാണാം. ഇത് ഒരു മുളകെടുത്ത് കടിച്ചു നോക്കാമല്ലോ എന്ന് വെച്ച് കടിച്ചു നോക്കുന്നുണ്ട്. നല്ല ഉപ്പും അതുപോലെ തന്നെ എരിവുണ്ട് കേട്ടോ. ഇത് ഉണങ്ങി കിട്ടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ എരിവ് മാറുമായിരിക്കും. ഞാൻ ചാക്ക് കൊണ്ടുപോയി അത് മൂടി വെച്ചിട്ട് കാണിക്കട്ടോ. ചാക്കിട്ട് മൂടിയിട്ടുണ്ട്. നമുക്ക് കത്ത് വാതിലടച്ചിട്ട് നമുക്ക് താഴെ പോവാം. ഇത് നമ്മുടെ പുൽക്കൂടാട്ടോ, ക്രിസ്മസിൻ്റെ പുൽക്കൂട്. ഞങ്ങൾ റെഡിമെയ്ഡ് മേടിച്ചതാട്ടോ. ക്രിസ്മസിൻ്റെ ടൈമിൽ ഞാൻ കാണിച്ചു തരാം. ഇതിലാണ് നമ്മൾ പുല്ലൊക്കെ മേങ്ങിയിട്ട് പിന്നെ നമ്മൾ കൂട് പോലെ സെറ്റ് ചെയ്യുന്നത്. പുൽക്കൂട്ടിൽ പിന്നെ യേശുവിനൊക്കെ വയ്ക്കുന്ന ഈ ഒരു സാധനത്തിലാട്ടോ. ഇപ്പം റെഡിമെയ്ഡ് സമയമില്ലല്ലോ ആർക്കും, അതിൻ്റെ റെഡിമെയ്ഡ് മേടിച്ച് വയ്ക്കുന്നതാണ്. ഞാൻ അപ്പനെയും മക്കളെയും കാണിച്ചു തരാം. ഞാൻ ഒരു ജോലിയിലായിരുന്നു, അപ്പം ഞാൻ ഉറങ്ങുന്നുണ്ട്. അവനൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് അവൻ ഉറങ്ങുന്നുണ്ട്. ഒരു വീട് തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്, ഒരു മതിലിൻ്റെ ഗ്യാപ്പിൽ. അപ്പം നമ്മുടെ ഈസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. പെസഹ നാളെ, അത് കഴിഞ്ഞ് ദുഃഖവെള്ളി, അത് കഴിഞ്ഞ് ശനി കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഞാൻ പറ്റുമെങ്കിൽ അത് ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പം പെസഹ അപ്പവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിരഞ്ജ ഉറങ്ങുന്ന സമയത്ത് അവളെ കുളിപ്പിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അവളെ കുളി ഞാൻ കഴിച്ചായിരുന്നു. കാരണം അവളെ പുരട്ടുന്നതിന് വേണ്ടി ഒരു ലോഷൻ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് മെഡിസിനും ഉണ്ട്, ഡ്രോപ്സ് ആയിട്ട്. അപ്പം അവളെ ലോഷനൊക്കെ പുരട്ടി കൊടുത്തിട്ട് ഞാൻ സ്നാഗി ഇടിപ്പിക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ പെസഹ അപ്പം മുറിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവൾക്ക് ഡ്രസ്സ് ഇടിപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് സ്നാഗിയൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം അവൾക്ക് ഇടാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ആ ഗ്യാപ്പിൽ ഞാൻ പോയത്. ചേട്ടായി നിരഞ്ജനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ ഡ്രസ്സ് മാറ്റലും കാര്യങ്ങളായിരുന്നു. പിന്നെ ഉടുപ്പിട്ടിട്ട് നമ്മൾ സുന്ദരി കുട്ടിയായിട്ട് ഇതാണത്. അവൻ വയ്യാത്തതിൻ്റെ ഒരു ക്ഷീണം അവിടെ കണ്ണിലുണ്ട്. ഭയങ്കര വാശിയായിരുന്നു അവൾ. കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര വാശിയായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെയെങ്കിലും ഒന്നും ഇരിക്കുന്നത്. അതിനുമ്പോൾ ഭയങ്കര വാശിയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അവനെ ഡ്രസ്സ് ഇടിപ്പിക്കുന്ന വാശിയായിട്ടാണ്. കാരണം അവനെ ഉറക്കത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഉണർത്തിക്കൊണ്ടുവന്ന് കുളിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ദേഷ്യവും വാശിയൊക്കെ അവന്. ആ ഉടുപ്പ് വേണ്ട, ഈ ഉടുപ്പ് വേണ്ടെന്ന്. ഇപ്പം ആൾ വലുതായതുകൊണ്ട് അവന് അവൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് കേട്ടോ. നമ്മളേതെങ്കിലും ഉടുപ്പിട്ട് കൊടുത്താൽ അവനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഇപ്പം എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയുക. 2 പേരെയും മുട്ടയടിച്ചു കേട്ടോ. 2 പേരെ മുടി മുട്ടയടിച്ചു കേട്ടോ. കാരണം ഇവരുടെ തല ഭയങ്കരമായിട്ട് ഉയർത്തുന്നത് കൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാനില്ല. കാരണം ഇവർക്കാണ് ആദ്യം പനി വന്നത്. ഇനി അവനും കൂടെ വന്നാൽ ഇവ ആകെ മെലിഞ്ഞിട്ടായിരിക്കുന്നത്. അവൻ്റെ അവൻ അണ്ടർ വെയിറ്റിലുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 2 പേരുടെ തലയും ഞാൻ മുട്ടയടിച്ചു. കാരണം എപ്പോഴും അസുഖങ്ങളാണ് ഇവർക്ക്. കാണിച്ചോട്ടെ മുട്ടത്തല കൊള്ളാമോ ചേച്ചി? കൊള്ളാമോ? കുറച്ച് സുന്ദരനായില്ലേ ചേച്ചി? എന്താ
അപ്പോൾ ഇതാണ് നമ്മുടെ പെസഹ അപ്പം. 3 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പാലും ഉണ്ടാക്കിയിട്ടുണ്ട്. പാലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പശുപാലൊന്നുമല്ല, ക്രിസ്ത്യാനികൾക്കറിയാം അത്. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ കേക്ക് മുറിക്കുന്ന കത്തിയില്ലേ, അത് ഒടിഞ്ഞു പോയി. അതിൻ്റെ ഒരു പീസ് വെച്ചിട്ട് അത് ഞാൻ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലേ പാത്രത്തിലോട്ട് ഇളക്കി ഇടുമ്പോൾ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം അത് പാത്രത്തിലേക്ക് മാറ്റാനുള്ള ഒരു എഫേർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ അപ്പത്തിൽ ഇനി നമ്മുടെ കുരുത്തോല കൊണ്ടിട്ട് കുരിശിൻ്റെ അത് വരച്ച് വെക്കണം. അത് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടി കുരുത്തോല എടുക്കാൻ വേണ്ടി ആൾ പോയിട്ടുണ്ടായിരുന്നു, ചേട്ടായി പോയിട്ടുണ്ടായിരുന്നു. ശേഷം കുരുത്തോല കൊണ്ടുവന്ന് നമ്മുടെ കുരിശിൻ്റെ രൂപം വരച്ച് വെച്ച് നമ്മുടെ അപ്പത്തിൻ്റെ മേലിൽ വെച്ചിട്ടാണ് ആ അപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാതെ. അപ്പം അങ്ങനെ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. കാരണം അപ്പം മുറിക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ ഇത്തവണ പെസഹയ്ക്ക് നമുക്ക് ആളുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവരുണ്ട്. അതായത് ഇത്തവണ പെസഹ നമ്മുടെ വീട്ടിലാണ് കൂടിയത്. അപ്പം അവർ ഒരു 8 മണിയോടുകൂടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് നമ്മുടെ പെസഹ അപ്പം മുറിക്കാമെന്ന് വിചാരിച്ച്. കാര്യം എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പെസഹ അപ്പം ഉണ്ടാക്കിയത് ഞാനല്ല, ആളുടെ മമ്മിയാണ്. കാരണം പെസഹ അപ്പം ആളാണ് കാലകാലങ്ങളായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ആളുടെ ആ ഒരു ആഗ്രഹവും ആളുണ്ടാക്കി വരുന്ന ആ ഒരു ഇത് സാമ്രാജ്യവും അത് ആൾ തന്നെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആൾ തന്നെയാണ് ഇത്തവണ ഉണ്ടാക്കിയത്. അപ്പം അതിന് ശേഷം കുരിശ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് പെസഹ അപ്പത്തിൻ്റെ മേലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. പെസഹ പാല് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗ്ലാസ്സിൽ പകർത്തുന്ന കാണിച്ചു തരാം കേട്ടോ. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ, കാണാത്തവർക്ക് വേണ്ടിയാണ്. ഇത് നമ്മൾ ശർക്കര കൊണ്ട് നമ്മുടെ മാവ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. അരിപ്പൊടി കുറുക്കിയെടുത്ത് തേങ്ങാപ്പാൽ ഒക്കെ ചേർത്തിട്ട് ശർക്കരയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അത് നമ്മൾ ടോട്ടലി ഒരു 8 പേരുണ്ട്. അപ്പോൾ 8 ഗ്ലാസ്സിലായിട്ട് പകർത്തി ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് പെസഹ അപ്പം മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ജോലികളൊക്കെ തീർത്ത് വെച്ചാൽ പിന്നെ പിള്ളേർ കരഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഫ്രീ ആവും. അതുകൊണ്ട് ഞാൻ നേരത്തെ കൂട്ടി തന്നെ ജോലികളൊക്കെ അത് തീർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ വിധി വയ്ക്കുന്നതനുസരിച്ച് ആൾ അത് എടുത്തുകൊണ്ട് പോയി എന്നെ സഹായിച്ച് അത് ടേബിളിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പെസഹ അപ്പത്തിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മുടെ പാലും ഗ്ലാസ്സുകളിൽ പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെസഹ അപ്പം മുറിക്കാനുള്ള സമയമായി. അപ്പോൾ അതിനിടയിൽ ഉള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയാണ് ഇത്. ഓരോരുത്തരും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. ചേട്ടന് 2 മക്കളാണുള്ളത്. അവർക്ക് 2 പേർക്കും ഇപ്പം വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിരഞ്ജൻ അവിടെ ഒരാളെയും വിളിച്ചുകൊണ്ട് പോയി റൂമിൽ നിന്ന് കളിയാണ്. അപ്പോൾ ആൾക്കൊരു കോള് വന്നു, അതുകൊണ്ടാണ് പെസഹ അപ്പം മുറിക്കാൻ വേണ്ടി താമസിച്ചത്. അപ്പം പെസഹ അപ്പം മുറിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. അതിനുവേണ്ടി എല്ലാവരും തറയിലൊക്കെ ആയിട്ട് ഇരുന്ന് ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ അപ്പം മുറിക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രാർത്ഥനയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പെസഹ അപ്പം മുറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എഴുന്നേറ്റ് ടേബിളിൻ്റെ അങ്ങോട്ട് വരുന്നുണ്ട്. വീട്ടിൽ കാരണവന്മാരാണ് പെസഹ അപ്പം മുറിക്കാറ്. അതായത് ഇവിടെ മമ്മിയും ഡാഡിയും 2 പേരും കൂടെ ചേർന്നിട്ട് പെസഹ അപ്പം മുറിക്കുന്നുണ്ട്. മമ്മി സൈഡിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ, കാണാനില്ലെങ്കിലും. അപ്പം പെസഹ അപ്പം മുറിച്ചിട്ട് ആദ്യം ആൾ മമ്മിക്ക് കൊടുത്ത്, അതിന് ശേഷം മൂത്ത ചേട്ടന്, പിന്നെ ആളുടെ വൈഫിന്, പിന്നെ ചേട്ടായിക്ക്, പിന്നെ എനിക്ക്, പിന്നെ കുഞ്ഞു പിള്ളേർക്ക് എല്ലാവർക്കും കൊടുക്കുകയുണ്ടായി. ഏജ് അനുസരിച്ചും അതൊക്കെ അനുസരിച്ചാണ് ആദ്യം അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പാല് നല്ല മധുരമുള്ള സംഭവമാട്ടോ. നമുക്ക് ഒരുമിച്ച് കുടിക്കാനൊന്നും പറ്റില്ല, നമുക്ക് കുറച്ച് ഗ്യാപ്പിട്ട് കുടിക്കാം, നല്ല സുഖമുണ്ട്. അതിനുശേഷം അടുത്ത പെസഹ അപ്പം ഞാൻ മുറിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. മെയിൻ പെസഹ അപ്പം വീട്ടിലെ കാരണവന്മാർ മുറിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഞാൻ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക ചെയ്തത്. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് പെസഹ അപ്പവും പിന്നെ പാലൊക്കെ കുടിക്കുന്നുണ്ട്. നമ്മുടെ ശർക്കര പാനി പോലത്തെ ഒരു സംഭവമാണ്, മധുരമാണ് മുന്നിട്ടിരിക്കുന്നത് അതിലൊരു സാധനത്തിൽ. ഞാൻ പകുതി ഗ്ലാസ് കുടിച്ചിട്ട് ബാക്കി അവിടെ വെച്ച്, കാരണം പതുക്കെ കുടിക്കാന്ന് വെച്ചാൽ ഒരുമിച്ച് കുടിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല. പിന്നെ ഉള്ളിയൊക്കെ ചേർത്ത് നാളികേരമൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒരു അപ്പം പോലത്തെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കുഞ്ഞു അവൾ ഊഞ്ഞാലിൽ കിടന്ന് ആടുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവർ പോവുക, അപ്പം മുറിച്ചും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവർ പോയപ്പോൾ ഏകദേശം ഒരു 10-10:30 ആയിട്ടാ. അപ്പോൾ ടാറ്റ പറഞ്ഞ് ഇറങ്ങിയാണ് നിരഞ്ജനും അവളും ഒന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് ടാറ്റ കൊടുക്കുകയാണ് കേട്ടോ ചേച്ചിമാർ പോകണ കണ്ടിട്ട്.